2023 ഒക്ടോബർ 19-നാണ് ഞാൻ ഈ GJverse എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുന്നത്. പ്രധാന ഉദ്ദേശം മൂവി റിവ്യൂസ് തന്നെയായിരുന്നു. ലിയോ മുതൽ ഇന്ന് ഇപ്പോൾ ഈ തുടരും വരെ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടു, ഒരുപാട് സിനിമകൾക്ക് റിവ്യൂവും ചെയ്തു. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയ്ക്ക് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത്. യെസ്, തുടരും ഡിസേർവ്സ് എ 5 സ്റ്റാർ റേറ്റിംഗ്. ഹലോ ഗായ്സ്, വെൽക്കം ടു GJverse. ദിസ് ഇസ് മീ GJ. ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളോട് ഒരു സ്പോയിലേഴ്സും ഇല്ലാതെ തുടരും മൂവിയുടെ റിവ്യൂ ആണ് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തുടരും ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. സുനിൽ, തരുൺ മൂർത്തി രണ്ടുപേരും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. സുനിലിൻ്റെയാണ് സ്റ്റോറി. വെൽ റിട്ടൺ ആയിട്ടുള്ള സ്റ്റോറി. ഓ മൈ ഗോഡ്, എന്ത് ദൃശ്യത്തിന് ശേഷം ഇത്തരം ബ്രില്യൻ്റ് ആയിട്ട് ലൂപ്പ് ഹോൾസ് വളരെ കുറച്ചുകൊണ്ടൊരു സ്റ്റോറി കാണുന്ന ആദ്യമായിട്ടാണ്. ലിറ്ററലി ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കുമായിരുന്നു, എവിടെയാണ് ഇതിലൊരു ലൂപ്പ് ഹോൾ ഇല്ല. ഈ സ്റ്റോറിയിൽ ഒരു ലൂപ്പ് ഹോൾ ഇല്ല. നിയമത്തിൻ്റെയോ അല്ല പോലീസിൻ്റെയോ ഒന്നിൻ്റെയും ലൂപ്പ് ഹോൾസ് ഇല്ലാതെ വെൽ റിട്ടൺ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ തുടരുവിൻ്റെ. നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമുക്കറിയാലോ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ലാലേട്ടനാണ്. ലാലേട്ടൻ നമ്മുടെ ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാനിലൂടെ വൻ റെക്കോർഡുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പാരലി തന്നെ അദ്ദേഹത്തിന് തന്നെ നായകനായിട്ടുള്ള 2ാമത്തെ സിനിമ തുടരും വന്നിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, വാട്ട് എ മൂവി മാൻ. ഈ 5 സ്റ്റാർ ഞാൻ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് അതിന് ഓരോ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മളതിന് റേറ്റിംഗ് കുറയ്ക്കുന്നത്. ഇതിനങ്ങനെ കുറയ്ക്കാനായിട്ട് ഒരു ഫാക്ടർ പ്രോബ്ലം ഇല്ല. ഇതിൻ്റെ ഡയറക്ഷൻ തരുൺ മൂർത്തി, സ്റ്റോറിയിലും ആ ഒരു തിരക്കഥയിൽ അദ്ദേഹം കൈയടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൈയടത്തലുകൾ, ആ ഒരു അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലുള്ള തമാശകളെല്ലാം ഇതിനകത്തുണ്ട്. എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ഡയറക്ഷനാണ്. ഇതിൻ്റെ തുടക്കത്തിലൊരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത്. പെട്ടെന്ന് ജമ്പ് ചെയ്ത് മോഹൻലാലിൻ്റെ ആ ഒരു ലൈഫിലേക്ക് പോകുന്നു. പിന്നീട് ആ സീനുമായിട്ടുള്ള കണക്ഷൻ, പിന്നീട് ഉണ്ടാകുന്ന അൺസോൾവിങ് മിസ്റ്ററീസ്. വാവ്, വാട്ട് എ മൂവി. ഫാമിലി ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈപ്പ് കുറയ്ക്കാനായിട്ട് പുള്ളി എല്ലാ ഇൻ്റർവ്യൂസിലും വന്ന് മാക്സിമം ശ്രമിച്ചു. ഈ സിനിമയ്ക്ക് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ, ഞാനിപ്പോൾ ഉറപ്പ് തരാണ്, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഇത് ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ളൊരു പടമായിട്ട് വരും. കാരണം എന്ന് പറഞ്ഞാൽ എമ്പുരാൻ ഇപ്പോൾ ആ ഒരു ഗ്രാൻഡ്യൂർ കാരണം ഹൈപ്പ് വന്നൊരു സിനിമയാണ്. ആ ഒരു എന്താ പറയുക, ലാർജ് സ്കെയിലായിട്ട് ഒരുപാട് പ്രസ് മീറ്റ് ഇതൊന്നും വേണ്ട. ജസ്റ്റ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തുടരും ഇസ് ഗോയിങ് ടു ബി എ ബിഗ് ഹിറ്റ്. കിട്ടില്ല പടം. എടാ, ഒരു ഫോൾട്ടും കണ്ടുപിടിക്കാനില്ല. ഈ സിനിമ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ലൈക്ക് ലിറ്ററലി അതിനകത്ത് ഷൺമുഖം എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ആ ഒരു ക്യാരക്ടർ ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ ആ ഒരു ടാക്സി ഡ്രൈവറിൻ്റെ ക്യാരക്ടറിലൂടെ നമ്മളങ്ങ് സഞ്ചരിക്കുകയാണ് മൂവിയിൽ. വാവ്, വാട്ട് എ മൂവി. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്പോയിലേഴ്സും ഇല്ല. ഞാൻ എൻ്റെ സ്റ്റോറിയുടെ ഒരു ബേസ് പറയാം, ജസ്റ്റ് ഒരു ബേസ്. ഒരു ടാക്സി ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിതയായിട്ട് നമ്മുടെ ശോഭന, 2 മക്കളുണ്ട്. മറ്റേ നമ്മുടെ ആനന്ദത്തിൽ അക്ഷയും പിന്നെ ഒരു പെൺകുട്ടി. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പഴയ മോഹൻലാലിനെ നമുക്കല്ലെങ്കിൽ പഴയ ലാലേട്ടൻ സിനിമകളിലൊക്കെ കണ്ടുവരുന്ന ഒരുപാട് തമാശകളും അദ്ദേഹത്തിൻ്റെ മാനറിസംസും ശോഭന മാമും മോഹൻലാലും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസും, ഓ മൈ ഗോഡ്, എന്ത് നമുക്കിങ്ങനെ സിനിമ തീരല്ലേ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ആ ഒരു കുടുംബ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകും. നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. ദെൻ അവരുടെ ആ ഒരു ലൈഫിലേക്ക് അദ്ദേഹത്തിന് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ കാറുമായിട്ടാണ്. അപ്പോൾ ആ ഒരു കാറിന് ചെറിയ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. പിന്നീട് അങ്ങോട്ട് കഥ അങ്ങോട്ട് പോകും. പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മോഹൻലാൽ, ശോഭന അല്ലാതെ എടുത്തു പറയേണ്ട മറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, മണിയമ്പിള്ള രാജുവിനെ കുറേ നാളിന് ശേഷം ഒരു പ്രധാന കഥാപാത്രത്തിൽ കാണാൻ സാധിച്ചു. അദ്ദേഹം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ രോമാഞ്ചത്തിലെ ആ ഒരു ആക്ടർ ഉണ്ടല്ലോ, ആ പുള്ളി ഒരു ഡാൻസറായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ പുള്ളിയും ഇതിനകത്ത് ഒരു നല്ല ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തമാശകളുണ്ട്. ആ ഒരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് തമാശകളുണ്ട്. പിന്നീട് ഇതിലേക്ക് പപ്പുവിൻ്റെ മകൻ, നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വരികയാണ്. അതോടുകൂടി കഥ ഒന്ന് മാറി വേറൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ട്രെയിലറിലൊക്കെ നമുക്ക് കാണാം, അദ്ദേഹം തരൂല, വാശിയുള്ളൊരു പോലീസുകാരനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. ദെൻ അതിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് പ്രകാശ് വർമ്മ വരുന്നുണ്ട്. പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഇൻസ്പെക്ടറിൻ്റെ റോളാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഒരു സിനിമയിൽ കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഞാൻ വന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാണ് ഇത് ആരാണ് ഈ ആക്ടർ എന്നുള്ള രീതിയിൽ. അദ്ദേഹം വരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ബ്രില്യൻ്റ് ആണ്. കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ഇതിനെ ഒരു തരത്തിലും സ്പോയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും, ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു, ഇൻക്ലൂഡിങ് എന്താ പറയുക, കുട്ടി മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ദൃശ്യം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചൊരു ബെഞ്ച് മാർക്കുണ്ട്. ആ ബെഞ്ച് മാർക്കിനെ ഇത് ഉറപ്പായിട്ട് ഹിറ്റ് ചെയ്യും. മോഹൻലാൽ എന്ത് ഫിറ്റാണ്, ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്തിട്ട്. ഇതിനകത്ത് കുറച്ച് പരിപാടികളുണ്ട് എൻ്റെ മോനെ. എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങളിത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇത് വേറെ ആരെങ്കിലും ഇതിന് നെഗറ്റീവ് റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഈ സിനിമ എങ്ങനെ നെഗറ്റീവ് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ദിസ് ഇസ് 100% പോസിറ്റീവ് മൂവി. തരുൺ മൂർത്തി എന്തൊരു ഡയറക്ഷനാണ് മാൻ. സൂപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജേക്സ് ബിജോയാണ് ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കിടിലം മ്യൂസിക്. കിടിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ആ ഒരു എലിവേഷൻ സീനുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ കുറച്ച് ചേസ്, പിന്നെ അല്ലാതെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സീന് എല്ലാം ബ്രില്യൻ്റ് ആയിട്ട് ചെയ്ത്, എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ നെഞ്ചിനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള സോങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ എന്തൊരു ചേലാണ് ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമായിട്ട് സിനിമയ്ക്ക് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് മ്യൂസിക് വന്നിട്ടുണ്ട്. ക്യാമറ വർക്ക്സ് ആയാലും എഡിറ്റിംഗ് ആയാലും ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. എസ്പെഷ്യലി മോഹൻലാലിൻ്റെ അഭിനയം, ഓ മൈ ഗോഡ്, എത്ര നാളിന് ശേഷമാണ് ഇത്രയും തീവ്രമായ ഭാവങ്ങൾ അഭിനയിക്കാനുള്ള അഭിനയ സാധ്യതയുള്ളൊരു ക്യാരക്ടർ മോഹൻലാലിന് കിട്ടുന്നത്. വളരെ കോമഡി, വളരെ ഫാമിലി ആയിട്ട് ചേർന്ന് നിൽക്കുന്നത്, വളരെ ഇമോഷണൽ, ദേഷ്യം, രോഷം, ഒരുപാട് ഇമോഷൻസ് സൂപ്പറായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സംശയമില്ല തന്നെ പറയാം, 2025 ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമ. എമ്പുരാനൊക്കെ കടത്തി വിട്ടു. കാരണം ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയെ അവരാ എടുത്തു വച്ചേക്കുന്ന ഡയറക്ഷനും രീതികളും, ഇതിനകത്ത് ആ ഒരു ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോൾ നമ്മളിപ്പം മോഹൻലാൽ ഇൻ ആൻഡ് ആസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ എഴുതി കാണിക്കില്ല, അതുപോലെ ആ എഴുതി കാണിക്കുന്ന ഒരു കൊമ്പനാനയുണ്ട്. ഒരു കൊമ്പനാനെ കാണിക്കുമ്പോഴാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് കൊമ്പനാനയുടെ പ്രത്യേകതയാണ് ഒറ്റയ്ക്കാവുമ്പോഴാണ് അല്ലെങ്കിൽ കൂട്ടം തെറ്റി നിൽക്കുമ്പോഴാണ് കൊമ്പൻ ഡേഞ്ചറസ്, ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഇതാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് റിസംബിൾ ചെയ്ത് കാണിക്കുന്നുണ്ട് മോഹൻലാൽ ഫാമിലി ആയിട്ടിരിക്കുന്ന പോലെ ഈ കൂട്ടമായിട്ട് ആനയും മോഹൻലാലിനെയും പാരലലി ഇങ്ങനെ എന്താ പറയുക, ഒരു കാടും നാടും തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെടുത്തി പോകുന്നുണ്ട്. പിന്നെ പലപ്പോഴും പല ഡയലോഗ്സിലും മഴയെ റെഫർ ചെയ്ത് പോകുന്നുണ്ട്. അതായത് ലൈക്ക് ലിറ്ററലി ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ കാണിക്കുന്നതാണ്. ഒരു കിടിലം സിനിമ. എനിക്കിതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ തള്ളി മറിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു വാച്ചിങ് ദിസ് റിവ്യൂ, പ്ലീസ് ഡു വാച്ച് തുടരും ഇൻ തിയേറ്റേഴ്സ്. കിടിലം, മസ്റ്റ് വാച്ച് മൂവി, സൂപ്പർ മൂവി. ഐ എം ഗിവിങ് ഇറ്റ് എ 5 സ്റ്റാർ. ഞാൻ ആദ്യമായിട്ടൊരു 5 സ്റ്റാർ കൊടുക്കുകയാണ്. കാരണം നത്തിങ് ടു സേ, ഇതിന് മേളിൽ ഇനി ചെയ്ത് വെക്കേണ്ടിയിരിക്കുന്നു ആൾക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. 2025 വന്നിരിക്കുന്നതിൽ ഏറ്റവും മികച്ച ഇമോഷണൽ കണക്ഷൻ കൊണ്ടും സോങ്സ് കൊണ്ടും എല്ലാം ഉണ്ട്. നമുക്കൊരു സിനിമയിൽ നിന്ന് കിട്ടേണ്ട തമാശ, ഇമോഷൻ, ആക്ഷൻ എല്ലാ സാധനങ്ങളും ഈ സിനിമ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു നെഗറ്റീവും പറയാനില്ല. ഐ എം സോ ഹാപ്പി. താങ്ക്സ് ഫോർ ബ്രിങ്ങിങ് ബാക്ക് അവർ ഓൺ ലാലേട്ടൻ. തരുൺ മൂർത്തിക്ക് ഒരുപാട് നന്ദി. നമ്മൾ കാണാൻ ആഗ്രഹിച്ച പോലെ ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Boss എന്ന് പറഞ്ഞിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റു വീഡിയോ കാണാതുവരേക്കും വളരെ വളരെ ഹാപ്പി ആയിട്ട് തുടരും. ഇനിയും എൻ്റെ വീഡിയോസും തുടരും, ലാലേട്ടൻ്റെ വിജയഗാഥയും തുടരും. മറ്റു വീഡിയോസുമായിട്ട് ഞാൻ വരാം. അതുവരെ ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.